നമസ്കാരം. ഗെറ്റിംഗ് റിച്ച് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണക്കാരാകാൻ എങ്ങനെ സാധിക്കും? മറ്റു ദിവസം ചർച്ച ചെയ്യുന്ന വിഷയം സന്തോഷത്തോടെ മരണാവസാനം വരെ സന്തോഷത്തോടെ ജീവിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ പുസ്തകം വളരെ റീസെൻ്റ് ആയിട്ടുള്ള പുസ്തകം തന്നെയാണ് കമ്പാരിറ്റീവ്ലി സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. ഈ പുസ്തകം മറ്റുള്ള പുസ്തകങ്ങളെക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ വളരെയധികം ആശയക്കുഴപ്പമല്ല, അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയ പുസ്തകം തന്നെയാണിത്. കാരണം ഇതൊരു ആവറേജ് ആയിട്ടുള്ള തോട്ടായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ആവറേജ് മാൻ ചിന്തിക്കുന്ന പോലുള്ളൊരു തോട്ടായി തോന്നി. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ടായിട്ട് ഈ പുസ്തകം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകം ഏകദേശം 6-7 ചാപ്റ്ററാണ്, 6ാമത്തെ ചാപ്റ്ററാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ നല്ലൊരു പുസ്തകം. നേരത്തെ ഞാൻ 2 പ്രാവശ്യം ഈ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊരു ചാപ്റ്ററാണ് ലക്ക് ആൻഡ് റിസ്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, ലക്ക് ആൻഡ് റിസ്ക്. ഇദ്ദേഹം പറയുന്നത് ഈ ലക്കും റിസ്ക്കും സിബ്ലിങ്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും വിചാരിക്കും മോർ റിസ്ക് മോർ റിട്ടേൺ തരുമെന്ന് ആളുകൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള ഒരു സമീപത്തിലുള്ള ഒരു ചിന്തയാണ് റിസ്ക് അധികം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഒരു മെൻ്റൽ മോഡൽ സമ്പത്തിനെ കുറിച്ചുള്ളതെന്ന് പറയുന്നത് ലോകത്തിൽ കുറച്ച് ആളുകൾക്കുണ്ടായ എക്സ്പീരിയൻസും നമുക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ്. ഇല്ല, ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്തൊക്കെ ടി വിയിൽ ധാരാളം വാർത്തകൾ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലോകത്ത് മൊത്തം നടക്കുന്ന അതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നില്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പൊതുവേ പറയും റിസ്ക് എടുത്താൽ റിട്ടേൺ കൂടുതലാണ്. പക്ഷേ റിസ്ക്കും ലക്കും സിബ്ലിങ്സ് ആണ്, സഹോദരന്മാരെ പോലെ. അല്ലെങ്കിൽ ഒരു കോയിൻ 2 വശമാണ്. പക്ഷേ റിസ്ക് എടുത്താൽ അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ള റിയാലിറ്റി പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബിൽ ഗേറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബിൽ ഗേറ്റ്സ് ആണ് ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കോഫൗണ്ടർ ആയിരുന്നു പോൾ അലൻ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പഠിക്കുന്നത് ലേക്ക് സൈഡ് പറയുന്ന ഒരു സ്കൂളിലാണ്. കമ്പ്യൂട്ടറുള്ള എനിക്കൊന്ന് ആകെ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ മേഖലയിൽ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ആ സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹം പോൾ അലനോട് പറയുന്നുണ്ട്, ഈ ഫോബ്സ് മാഗസിൻ എടുത്ത ശേഷം അദ്ദേഹം കുറേ ആളുകളുടെ പിക്ചർ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ നമുക്കും ഒരിക്കലും ഇതിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പോൾ അലൻ പറയാം മേ ബി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീടാണ് ഈ പുസ്തകത്തിൽ ഈ ജീവിതത്തിൽ ഇത്ര മാറ്റമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നാം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. പോൾ അലൻ പ്ലസ് ബിൽ ഗേറ്റ്സ്, അതുകൂടാതെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കെന്റ് ഇവാൻസ് എന്നാണ്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. പലപ്പോഴും ബിൽ ഗേറ്റ്സ് തന്നെ ഇദ്ദേഹത്തെ കോട്ട് ചെയ്യാറുണ്ട്, അത്രമാത്രം ബ്രില്യൻ്റ് ആയിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും വളരെയധികം ഞങ്ങളെ സ്വാധീനിച്ചിട്ടെന്നെല്ലാം ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ ഒരു ട്രക്കിങ്ങിൽ പോയപ്പോൾ ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഈ കെന്റ് ഇവാൻസ് മരണപ്പെടുകയാണ്. അപ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്, ഈ റിസ്ക് ആണ്. കാരണം ഈ ട്രക്കിങ്ങിൽ പോയി മരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമൊന്നും അല്ലെങ്കിൽ കൂടിയും അദ്ദേഹം അവിടെ മരണപ്പെടുകയാണ്. പക്ഷേ പോൾ അലനും ബിൽ ഗേറ്റ്സും ഈ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്നു. ഇപ്പോൾ 303 മില്യൺ ആൾക്കാരാണ് ആ സമയത്ത് ഹൈസ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നത്. വെറും 300ഓളം പേര് മാത്രമാണ് ലേക്ക് സൈഡിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഈ 2 പേർക്ക് മാത്രമാണ് വലിയൊരു വെൽത്ത് അല്ലെങ്കിൽ ഫോർച്യൂൺ ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരേപോലെ ആഗ്രഹിച്ച കെന്റ് ഇവാൻസ് മരണപ്പെടുകയാണ്. ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ഈ റിസ്ക് ആൻഡ് ലക്ക് എന്ന് പറയുന്ന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രക്കിങ്ങിൽ പോകുമ്പോൾ 1 in a million ആൾക്കാർ മാത്രമേ മരിക്കുന്നു. പക്ഷേ ആ റിസ്ക് എടുത്ത് അദ്ദേഹത്തിന് ആ ബാറ്റിലേക്ക് വന്നു. പക്ഷേ ഗുഡ് ലക്ക് വന്നത് പോൾ അലനും ബിൽ ഗേറ്റ്സിനുമാണ്. അപ്പോൾ ഈ ലക്കിൻ്റെയും ഒപ്പം തന്നെ റിസ്കിൻ്റെയും ഒരു ഗെയിം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നാം തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യം. ഈ അധ്യായം 3-4 അധ്യായമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് റിസ്ക് എടുത്താൽ വിജയിക്കാമെന്നുള്ള ചിന്ത മനുഷ്യർക്കുണ്ടാവുന്നു അല്ലേ. രണ്ടാമത് ഈ ഭാഗത്ത് പറയുന്നതാണ് ഇന്നഫ് എന്ന് പറയുന്ന ആശയം. പലപ്പോഴും ആളുകൾക്ക് ഇനിയും വേണമെന്നുള്ള ചിന്തയാണ്. ഇതിനകത്ത് രജത് ഗുപ്ത എന്ന് പറയുന്ന ആളുടെ ജീവിതാനുഭവം കാണാൻ സാധിക്കും. മുംബൈയിലൊരു സ്ലമ്മിൽ നിന്ന് ജനിച്ചു വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ലോകത്തിലെ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ആളായി മാറുന്നു. അദ്ദേഹം ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആളായി മാറുന്നു. അങ്ങനെ അദ്ദേഹം ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ഒരു
സ്റ്റോക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഈ കാര്യം ഇൻസൈഡറായിട്ട് ലീക്ക് ചെയ്യുകയും അങ്ങനെ അവർ വലിയ സമ്പാദ്യം വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പിടിക്കപ്പെടുകയാണ്. പിന്നെ അദ്ദേഹം പരിതപിക്കുന്നുണ്ട്, താൻ ആ റിസ്ക് എടുത്തുകൊണ്ട് തനിക്ക് വലിയ ഒരു പരാജയം ഉണ്ടായി, തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു, വളരെയധികം പ്രശ്നങ്ങളിലായി, ജയിലുകളെല്ലാമായി. അപ്പോൾ ഈ ഗ്രീഡ് എന്ന് പറയുന്ന ഇനഫ് എന്ന് ചിന്തിക്കാതെ ഇനിയും വേണം എന്നുള്ള ചിന്ത മനുഷ്യനെ അപകടത്തിലാക്കുന്നുണ്ട്. അപ്പോൾ റിസ്ക് ആണത്, പക്ഷേ ആ റിസ്ക് ജീവിതത്തെ ഇല്ലാതെയാക്കി മാറ്റി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെക്കുറിച്ച് പറയുന്നത് ചേഞ്ചിങ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയും. കണ്ടിന്യൂസ് ആയി ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ റിഗ്രറ്റിലേക്ക് നമ്മെ നയിക്കുമെന്നാണ് ഈ മോർഗൻ ഹസൻ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി പ്രധാനമായി പറയുന്ന കാര്യമാണ് കമ്പാരിസൺ. കമ്പാരിസൺ ഈസ് ദ എനിമി ഓഫ് പ്രോഗ്രസ്. നമ്മൾ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ്. അവന് കാറുണ്ട്, എനിക്ക് അതുകൊണ്ട് അത് നല്ല കാറ് മേടിക്കണം. അവന് വീടുണ്ട്, അവനേക്കാൾ നല്ല വീട് എനിക്ക് വാങ്ങണം. അവൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നു, എനിക്കും ബിസിനസ് ചെയ്യണം. അവൻ്റെ ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്, അതിനേക്കാൾ നന്നായി എനിക്ക് ഡെവലപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ളൊരു കമ്പാരിസനാണ് എപ്പോഴും മനുഷ്യനെ അപകടത്തിലാക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നെവർ റിസ്ക് വിച്ച് ആർ ഇർറിപ്ലേസബിൾ. ചില കാര്യങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളാകാം, സൗഹൃദങ്ങളാകാം, അതിന് ഇമോഷൻസ് ആകാം. ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ലാത്തതാണ്. ഒരു കാരണവശാലും അവിടെ ഒന്നും റിസ്ക് എടുക്കുന്നത് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാരൻ ബഫറ്റ്, അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ധനികനായിട്ടുള്ള വ്യക്തിയാണ്. പലരും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പലരും പറയുന്നത് വാരൻ ബഫറ്റ് റിച്ച് ആയത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സമയങ്ങളിലാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് അദ്ദേഹം വളരെ പ്രായം കഴിഞ്ഞ ശേഷമാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ വാരൻ ബഫറ്റിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഉണ്ടാക്കിയതാണ് ജിം സിമോൺസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം 66% കോമ്പൗണ്ടിങ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ വാരൻ ബഫറ്റ് ആയിട്ട് ഒരു 20% കോമ്പൗണ്ടിങ് റിട്ടേൺസ് കോമ്പൗണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും കോമ്പൗണ്ട് ജിം സിമോൺ ചെയ്തെങ്കിലും അദ്ദേഹം വളരെ റിച്ചായത്, വാരൻ ബഫറ്റാണ് റിച്ചായത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എഗെയിൻ കോമ്പൗണ്ടിങ് തന്നെയാണ്. വാരൻ ബഫറ്റ് യഥാർത്ഥത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ 30-ാം വയസ്സോടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ജിം സിമോൺ ആകട്ടെ 50 വയസ്സ് സമയത്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഫാക്ടറുണ്ട്. ഈ വാരൻ ബഫറ്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. റിസ്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെയധികം ഭംഗിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് വിജയിക്കാനായി ചിന്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഫാക്ടർ എന്ന് പറയുന്നത് ലോങ് ടൈമായി ഈ വാരൻ ബഫറ്റ് പോലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പുസ്തകം വളരെ വ്യത്യസ്തമായുള്ള പിക്ചറാണ് എനിക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിച്ചത്. പലപ്പോഴും ഞാൻ വിചാരിക്കും, വെറുതെ കേട്ട് ഏതെങ്കിലും വീഡിയോ കണ്ടതുകൊണ്ടോ, ആരെങ്കിലും ജീവിതാനുഭവങ്ങൾ കണ്ടതുകൊണ്ടോ, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ടോ, വെറും ഇൻറ്റ്യൂഷൻ കൊണ്ടോ റിസ്ക് എടുക്കുകയാണ്, ചാടി പുറപ്പെടുകയാണ്, ഇറങ്ങി ഓടുകയാണ്, അത് ചെയ്യാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ റിച്ച് ആകുന്ന ആളുകൾ അങ്ങനെയല്ല. അവരൊരിക്കലും ഗോൾ പോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. അവർ എപ്പോഴും നെവർ ഇനഫ്, എനിക്കിത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. അവർ എപ്പോഴും കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുകയില്ല. അവർ ബ്ലൈൻഡായി റിസ്ക് എടുക്കുകയില്ല. അടുത്ത ഭാഗത്ത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റിസ്ക്കും ലക്കും എന്ന് പറയുന്ന സിബ്ലിങ്സ് ആണ്. അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കുമ്പോൾ വെറുതെ റിസ്ക് എടുക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം ഹിറ്റായത് അല്ലെങ്കിൽ വളരെ വായിക്കപ്പെട്ടത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. ഏതൊരു ഫിലിം സ്റ്റാർ എന്നതിനെക്കുറിച്ച് എൻഡോസ് ചെയ്യുകയും പിന്നീടാണ് ഇത് അത്രയധികം പ്രശസ്തിയും പ്രചാരവും എല്ലാം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ വായിച്ചിരിക്കേണ്ടത് റിച്ച് ഡാഡ് പൂർ ഡാഡ് ഒന്നുമല്ല, ഈ പുസ്തകമാണെന്നാണ് പറയുന്നത്. കാരണം പല മോട്ടിവേഷൻ പുസ്തകങ്ങളും നമ്മൾ ബ്ലൈൻഡായി മോട്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. ലോകത്ത് ഇന്നയാൾ ഇന്നത് അച്ചീവ് ചെയ്തു, ദാരിദ്ര്യത്തിലായിരുന്നു, പക്ഷെ അദ്ദേഹം വളരെ ഹൈ ആയി അച്ചീവ് ചെയ്തു എന്ന് പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ കുറേ നാം കേൾക്കുന്ന മോട്ടിവേഷൻ സ്റ്റോറീസ് എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നാം വിചാരിക്കും അത് എനിക്കും സാധിക്കും. നീന്തൽ അറിയാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന ആളെ കൂട്ടാണ് റിസ്ക് എടുക്കുന്ന ആളെന്നും ഓർക്കുക. അതുകൊണ്ട് അടുത്ത ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറയാം. റിസ്ക്കും ഒപ്പം തന്നെ ലക്കും സിബ്ലിങ്സ് ആണ്. അത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി നാളെ കാണാം. ഓൾ ദ ബെസ്റ്റ്.